ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളിൽ നിറഞ്ഞു കവിയട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖം ആനന്ദമായി കർത്താവ് മാറ്റും. മറ്റുള്ളവരുടെ സന്തോഷത്തിനായി നിന്റെ നന്മകളെ നീ ത്യാഗം ചെയ്തു. ഇപ്പോൾ അവർ തന്നെ നിന്നെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയവേദന സഹിക്കാവുന്നതിലും അപ്പുറമായി നിനക്കിപ്പോൾ തോന്നുന്നു. ഈ സമയം കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുക. നിന്റെ ഒരു നന്മകളും വൃഥാവിലാവുകയില്ല. ആർക്കെങ്കിലും നീ നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ വിശ്വസിക്കുക, അതിൻ്റെ പ്രതിഫലം അവരിൽ നിന്നല്ല, കർത്താവിൽ നിന്നാണ് നിനക്ക് ലഭിക്കുക. അതിനാൽ തക്ക സമയത്ത് കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് നിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, നിന്റെ എല്ലാ തിരസ്കരണ അനുഭവത്തിൽ നിന്നും കർത്താവ് നിന്നെ മോചിപ്പിക്കും. കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ ദുഃഖവും ഈ സമയം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ചെറുപ്പം മുതലേ ഉള്ള ഓരോ തിരസ്കരണത്തെയും ഇപ്പോൾ ഓർക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഓരോന്നായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാം അറിയാവുന്ന ദൈവം ഇന്ന് നിനക്ക് തുണയായി നിന്റെ കൂടെയുണ്ട്. നിന്റെ ഓരോ ത്യാഗത്തിലും കർത്താവ് അഭിനന്ദിച്ചിരുന്നു. നിന്നെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. അവിടുന്ന് നിന്നെ അഭിനന്ദിക്കുന്നു, അവിടുന്ന് നിന്നെ ബഹുമാനിക്കുന്നു. അതിനാൽ മറ്റുള്ളവരുടെ തിരസ്കരണമോ അപമാനമോ ഓർത്ത് നീ ദുഃഖിക്കേണ്ട. കർത്താവാണ് നിന്റെ സന്തോഷം, അവിടുന്ന് നിന്റെ രക്ഷയാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 40:1-5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു, നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം. പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഓരോ ദുഃഖവും അതിനുള്ള കാരണവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ മോചിപ്പിക്കുവാൻ നീ കനിവ് ആകണമേ. ഞങ്ങൾ അനവധി തവണ തിരസ്കരണങ്ങളേറ്റു മടുത്തു. കർത്താവേ, ജീവിതത്തിൽ ഒത്തിരി ദുഃഖവും നൊമ്പരങ്ങളും വേദനയും ഞങ്ങളെ അലട്ടുന്നു. ഞങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഈ ജീവിതം ദൈവമേ, ഇപ്പോൾ അവരാൽ തന്നെ ഞങ്ങൾ ആരെ സഹായിച്ചോ, ഞങ്ങൾ ആർക്കു വേണ്ടി നിന്നോ, ഞങ്ങൾ ആർക്കു വേണ്ടി ജീവിതം ബലിയർപ്പിച്ചോ, ഇപ്പോൾ അവർ തന്നെ ഞങ്ങളെ തള്ളിപ്പറയുമ്പോൾ, ഞങ്ങളെ അപമാനിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിനേൽക്കുന്ന മുറിവുകൾ അസംഖ്യമാണ്. അതിനാൽ ഇന്ന് ഞങ്ങൾ ഒറ്റപ്പെട്ട്, ഞങ്ങൾ തിരസ്കരിക്കപ്പെട്ട് മാറി ഒറ്റയ്ക്കായി പോന്നു. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖം എടുത്തു മാറ്റണമേ. ഞാൻ ആർക്കു വേണ്ടി ജീവിച്ചോ അവർ തന്നെ എന്നെ ഉപേക്ഷിച്ച് കടന്നുപോയി. അവർ തന്നെ എന്നെ തള്ളിപ്പറഞ്ഞു. കർത്താവേ, കൃപ തോന്നണമേ. നിന്റെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. കർത്താവായ ദൈവമേ, എൻ്റെ എല്ലാ ത്യാഗവും ദൈവമേ അങ്ങേക്കറിയാവുന്നതാണല്ലോ.
ചെറുപ്പം മുതലേ എനിക്കുണ്ടായ കഷ്ടപ്പാടുകൾ, മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ ബലിയർപ്പിച്ചു. എൻ്റെ ഉയർച്ച ഞാൻ വേണ്ടെന്ന് വെച്ചു. എൻ്റെ പഠനം ഞാൻ നിർത്തിവെച്ചു. എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി, നന്മയ്ക്കു വേണ്ടി ഞാൻ മാറ്റിവെച്ചു. എന്നാൽ ദൈവമേ, ഇപ്പോൾ അവരാണ് എൻ്റെ പ്രതിസന്ധിക്ക് ഒരു വലിയ കാരണം, എൻ്റെ പ്രശ്നങ്ങൾക്കൊരു വലിയ കാരണം അവരാണ്. എൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല, എൻ്റെ ജീവിതത്തിലെ നന്മ നഷ്ടപ്പെട്ടു പോയി. കർത്താവേ, എന്നെ സ്വീകരിക്കണമേ. എൻ്റെ ഈ അവസ്ഥയെ നീ ഇടപെട്ട് നീ അനുഗ്രഹിക്കണമേ. എൻ്റെ ഈ അവസ്ഥയെ കാണുന്ന കർത്താവെ, മോചിപ്പിക്കാൻ നീ ശക്തനാണല്ലോ. എന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ ഒരിക്കലും എന്നെ മാറ്റി നിർത്താത്ത കർത്താവെ, നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഇന്നെന്നെ നിറയ്ക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം മാറ്റി, മനസ്സിൽ നിന്ന് വിഷാദം മാറ്റി, നിന്റെ അനന്തമായ സ്നേഹവും ലാളിത്യവും കൊണ്ട് ഇന്ന് നീ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ദുഃഖം കർത്താവേ സന്തോഷമാക്കി മാറ്റണമേ. എല്ലാം അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ കാണണമേ. എൻ്റെ ദൈവമേ, നീ എന്നോട് കരുണ തോന്നണമേ. എന്നെ നീ ഉയർത്തണമേ. കർത്താവേ, ഞാൻ ആർക്കൊക്കെ വേണ്ടി എൻ്റെ ജീവിതത്തെ തകർത്തോ അവരുടെ മുൻപിൽ തന്നെ നീ എന്നെ ഉയർത്തണമേ. ദൈവമേ, ഞാൻ ആരാലൊക്കെ തിരസ്കരിക്കപ്പെട്ടോ അപമാനിക്കപ്പെട്ടോ അവരുടെ മുൻപിൽ നീ എന്നെ മഹത്വപ്പെടുത്തണമേ. എന്നാൽ ഞാൻ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. മോചിപ്പിക്കാൻ അവിടുന്ന് മതിയായവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമേ, അങ്ങയുടെ തിരുഹിതം നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ. ഇനിയുള്ള ജീവിതത്തിൽ കർത്താവേ, നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ദൈവമേ, നിന്റെ കാരുണ്യം എന്നിൽ നിന്നൊരിക്കലും പിൻവലിക്കരുതേ. നിന്റെ സ്നേഹവും വിശ്വസ്തതയും ഇന്നെന്നെ സംരക്ഷിക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം എന്നെ ശക്തിപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, നീ എന്നെ മോചിപ്പിക്കണമേ. എന്നോട് കനിവ് തോന്നി എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കുന്നവരുടെ കരങ്ങളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ. എൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നവരോട് ഞാൻ ഇന്ന് ക്ഷമിക്കുന്നു. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്നെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ, എന്നെ ആരൊക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ടോ, കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. എന്തെന്നാൽ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, മറ്റുള്ളവരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ സ്വർഗീയ പിതാവ് ക്ഷമിക്കും. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിന് എനിക്ക് കൃപ തരണമേ. എന്നെ വേദനിപ്പിച്ച് എൻ്റെ ജീവനെ തകർത്തവരോട്, എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കിയവരോട്, എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിന്നവരോട് എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും ക്ഷമിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ അനന്തമായ സ്നേഹം നിറച്ച് എൻ്റെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ മനസ്സിൻ്റെ ദുഃഖം മാറ്റി നിന്റെ സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ ഒറ്റയ്ക്കല്ല, നീ എൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്നെ സമൂഹത്തിൽ വെച്ച് അപമാനിച്ചവരോട്, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒറ്റപ്പെടുത്തിയവരോട്, എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് എൻ്റെ കുടുംബാംഗങ്ങളുടെ മുൻപിൽ, എൻ്റെ സമൂഹത്തിൻ്റെ മുൻപിൽ, എന്നെ അറിയാവുന്നവരുടെ മുൻപിൽ എൻ്റെ സൽപ്പേരിന് കളങ്കം ചാർത്തി നടക്കുന്ന ഓരോ വ്യക്തികളോടും കർത്താവേ, ഇന്നെൻ്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും ഞാൻ ക്ഷമിക്കുന്നു. അവരെ ഞാൻ സ്നേഹിക്കുന്നു. അവരോട് ഞാൻ കരുണ കാണിക്കുന്നു. കർത്താവേ, ഇന്ന് എന്നോട് തന്നെ ക്ഷമിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, മറക്കാൻ കഴിയുന്നില്ല. അത്രയധികം എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയവരാണ്. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. നിന്റെ അനന്തമായ സ്നേഹം, എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും അംഗീകാരവും ബഹുമാനവും മഹത്വവും ദൈവമേ നീ എനിക്ക് നൽകി എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കി നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കർത്താവേ, എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിൻ്റെ ഉറവിടമായ കർത്താവേ, ഈശോയെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സന്തോഷം നീ പൂർണ്ണമാക്കണമേ. എൻ്റെ സന്തോഷം
നിന്നിൽ ഞാൻ പൂർണ്ണമാക്കും എന്നരുളി ചെയ്ത ഈശോയെ, നിന്റെ സന്തോഷത്താൽ എൻ്റെ സന്തോഷത്തെ നീ പൂർണ്ണമാക്കണമേ. കർത്താവേ, എനിക്ക് കുറവുള്ളത്, എനിക്ക് ബലഹീനമായത് എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ സമ്പൂർണമായ ഒരു വ്യക്തിയാക്കി മാറ്റണമേ. എൻ്റെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ദൈവികമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ. എൻ്റെ ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. ഈശോയെ, ഇപ്പോൾ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഓരോ മകനും മകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷാദത്തിലായിരിക്കുന്ന, മാനസിക സമ്മർദ്ദത്തിൽ കഴിയുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്ന് വേർപെട്ടു മാറേണ്ടി വന്നതിനെ ഓർത്ത് ദുഃഖിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്രയധികം സ്നേഹിച്ചിട്ടും തന്നെ സ്നേഹിക്കാതെ, തന്നെ മനസ്സിലാക്കാതെ തനിക്കെതിരെ പിറുപിറുക്കുന്നവരോട് എല്ലാവരോടും ക്ഷമിക്കാൻ ഇന്ന് കൃപ തരണമേ. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദുഃഖിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഇപ്പോൾ തന്നെ നിന്റെ സമാധാനവും സ്നേഹവും കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയ്ക്കണമേ. ഈശോയെ, ഭൂമി മുഴുവനും നിന്റെ ആനന്ദം നിറയാൻ നീ എഴുന്നേൽക്കണമേ. ഞങ്ങളുടെ മേൽ കനിവ് തോന്നണമേ. ദുഃഖത്തിൻ്റെ എല്ലാ കാരണവും കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ എടുത്തു മാറ്റി നിന്നിൽ സന്തോഷിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. നീ ഞങ്ങളെ സൃഷ്ടിച്ചതോർത്ത് സന്തോഷിക്കാൻ, നീ ഞങ്ങൾക്ക് ഭവനം നൽകിയതിനെ ഓർത്ത് സന്തോഷിക്കാൻ, ഞങ്ങൾക്ക് ആരോഗ്യം നൽകിയതിനെ ഓർത്ത് സന്തോഷിക്കാൻ, ഞങ്ങൾക്ക് വസ്തുവകകൾ നൽകിയതിനെ ഓർത്ത് സന്തോഷിക്കാൻ, ഞങ്ങൾക്ക് ബന്ധുമിത്രാദികളെ നൽകിയതിനെ ഓർത്ത് സന്തോഷിക്കാൻ, നല്ല സുഹൃത്തുക്കളെ നൽകിയതിനെ ഓർത്ത് സന്തോഷിക്കാൻ, കർത്താവേ, ഞങ്ങൾക്ക് കാഴ്ചശക്തി, കേൾവിശക്തി നൽകിയതിനെ ഓർത്ത് സന്തോഷിക്കാൻ, ഓർമ്മശക്തി നൽകിയതിനെ ഓർത്ത് സന്തോഷിക്കാൻ, ആരോഗ്യത്തോടെ നടക്കുവാനും ഇരിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് സന്തോഷിക്കാൻ, കർത്താവേ, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് സന്തോഷിക്കുവാൻ, ഞങ്ങളുടെ ജീവിത അന്തസ്സിനെ ഓർത്ത് സന്തോഷിക്കുവാൻ, കർത്താവേ, അങ്ങ് നൽകിയ അനന്ത കൂടി നന്മകളെ ഓർത്ത് സന്തോഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സന്തോഷം നിന്നിൽ പൂർണ്ണമാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷത്തിൻ്റെ മക്കളായി മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ ദുഃഖം കർത്താവ് എടുത്തു മാറ്റുന്നു. ഈശോയുടെ അനന്തമായ സ്നേഹവും സന്തോഷവും ആനന്ദവും കൊണ്ട് അവിടുന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവ സ്നേഹം നിറഞ്ഞു കവിയുന്നു. ദൈവത്തിൻ്റെ സന്തോഷവും ആനന്ദവും കൊണ്ട് കർത്താവ് നിങ്ങളെ ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നതിനെ ഓർത്ത്, കരുതുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും എടുത്തുമാറ്റി അവിടുത്തെ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയ്ക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും പ്രാർത്ഥനയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.